ഞങ്ങൾ പാൽവില കൂട്ടുന്നത് സാധാരണഗതിയിൽ മിൽമയ്ക്കാണ് അതിൻ്റെ അധികാരമെങ്കിലും ഹൈക്കോടതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും കീഴ്വഴക്കമനുസരിച്ച് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം നാളിതുവരെയും പാൽവില കൂട്ടുന്ന സമയത്ത് സർക്കാരുമായിട്ട് ഒന്ന് ആശയവിനിമയം നടത്തി സർക്കാരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കാരണം ക്ഷീരകർഷകർ വളരെ കുറവും പാല് മേടിച്ച് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് വലിയ കൂടുതൽ ഉള്ളതുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം കൂടെ നമ്മൾ ആരായാറുണ്ട്. ഇവിടെയും നമ്മൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പാൽവില കൂട്ടണം എന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ട് പല ഭാഗത്തുനിന്നും വന്നെങ്കിലും നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുകയും നമ്മൾ ഭരണസമിതിയിൽ തന്നെ അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനമായി നമ്മൾ വകുപ്പ് മന്ത്രിക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു അഭിപ്രായം, ഇതിൻ്റെ അപ്പോർഷനിങ് നമ്മൾ വില കൂട്ടുന്ന സമയത്ത് എത്ര ശതമാനം കർഷകർക്ക് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ഒരു അപ്പോർഷനിങ് സർക്കാരിൻ്റെയും കൂടെ ഒരു അഭിപ്രായം അറിയുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യത്തിന് നമുക്കതിന് വ്യക്തമായിട്ടുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയില്ല. മാത്രമല്ല, അത് പെരുമാറ്റച്ചട്ടം വന്ന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി നമ്മുടെ ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു കത്ത് നമുക്ക് കിട്ടി. പാൽവില വർധനവ് ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ടതില്ല എന്ന മട്ടിലാണ് ഒരു കത്ത് കിട്ടിയത്. അതെനിക്ക് തോന്നുന്നത് പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പം നമ്മൾ കൊടുത്തതിൻ്റെ ഭാഗമായി എം ഡിയുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പഴയ കത്ത് സർക്കാരിൽ കൊടുത്തതിൽ അവരുടെ അഭിപ്രായം ആരായുകയും ആ പാൽവില വർധനവ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5-6 ലക്ഷം ലിറ്റർ പാൽ ഒരു ദിവസം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നത് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില ക്രമേണ അവർ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ യൂണിയനുകൾക്ക് വലിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാൽവില വർധനവ് ഒരു അനിവാര്യമാണെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ നമ്മൾ പാൽവില വർധനവ് എടുക്കുന്ന തീരുമാനം വൈകിപ്പോയാലും കർഷകരെ സഹായിക്കുന്ന ഒട്ടനവധി നടപടികളുമായിട്ട് മിൽമയും അതുപോലെ തന്നെ യൂണിയനുകളും വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടാണ് കാലിത്തീറ്റയ്ക്ക് 300 രൂപ ഒരു ചാക്കിന് സബ്സിഡി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 6 രൂപ കുറവ് വരുത്തി കൊടുക്കുന്നത് 2019 എന്താണോ കാലിത്തീറ്റ വില മിൽമയുടെ അതിനേക്കാളും വില കുറച്ച് കൊടുക്കുന്ന വിധത്തിൽ കർഷകർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫീഡായിട്ടുള്ള സൈലേജ്, ചോളത്തണ്ട്, പുല്ല് എന്നിവ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് 2019 വിലയേക്കാളും 7 കൊല്ലം മുമ്പുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയിൽ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ലാഭത്തിൻ്റെ ഒരു വിഹിതം എന്നുള്ള നിലയ്ക്ക് കർഷകർക്ക് അധിക പാൽ വിലയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് 3 യൂണിയനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കർഷകരെ സഹായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഫെഡറേഷനെ സംബന്ധിച്ച് നമുക്ക് 3 കൊല്ലമായി പാൽവില കൂട്ടിയിട്ട് അപ്പോൾ ഒരു പാൽവില വർധനവിൻ്റെ അനിവാര്യമാണ്. സർക്കാരുമായിട്ട് വീണ്ടും നമ്മളത് സംസാരിച്ച് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ എന്തെങ്കിലും പെരുമാറ്റച്ചട്ടം ബാധകമാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നോ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ടും ഒരു കത്ത് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് പ്രത്യേക സാഹചര്യം. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം നമ്മളീ പറയുന്ന നമ്മളിപ്പോൾ എറണാകുളം യൂണിയനോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയനുകൾ പാൽവില കൂട്ടണം എന്നൊരു ആവശ്യം പറയുന്നത് ന്യായമാണ്. കാരണം യൂണിയൻ ഉണ്ടാകുന്ന വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില വർധനവ് വന്നുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭത്തിൽ കുറവ് അല്ലെങ്കിൽ നഷ്ടം അത് ആവശ്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് കാണുന്നത് കർഷക സംഘടനകളും ഒരുപാട് കർഷക സംഘടനകൾ പല ഭാഗത്തുനിന്നും പാൽവില കൂട്ടണം എന്ന് പറയുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ ഇന്നലെ ഒരു കർഷക സംഘടനയുടെ നേതാവ് എന്നെ കോട്ടയത്ത് നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വളരെ സൗഹാർദ്ദമായി, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കെന്താ പാൽവില കൂട്ടണം എന്നുള്ള അത്ര ധൃതിയും ആവശ്യവും? കർഷകരുടെ പ്രശ്നമാണെങ്കിൽ കർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് പകരം മിൽമയുടെ പാൽവില കൂട്ടുന്ന അധികാരം എടുത്തിട്ട് നിങ്ങൾ പാൽവില കൂട്ടുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇന്നലെ ചോദിച്ചപ്പോഴാണ് പുള്ളി അത് വല്ലാത്തൊരു പരുവത്തിൽ മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പാൽവില കൂട്ടലാണോ ആവശ്യം? പാൽവില കൂട്ടിയാൽ അതിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ചാൽ അതിൻ്റെ തൊട്ട് പുറകിൽ കാലിത്തീറ്റയുടെ വില കൂട്ടും. ഇപ്പോൾ പാൽവില കൂട്ടുന്നത് ഇത്ര അല്പം വൈകിപ്പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാലിത്തീറ്റകൾ ഒക്കെ വില കൂട്ടിക്കഴിഞ്ഞു. നമ്മൾ മിൽമ മാത്രമാണ് വില കൂട്ടാത്തത്. അപ്പോൾ കഴിഞ്ഞകാല അനുഭവം വെച്ചുകൊണ്ട് പാൽവില വർദ്ധിപ്പിച്ചാൽ ഉടനെ തന്നെ കാലിത്തീറ്റ വിലയും കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകന് അതിൻ്റെ പ്രയോജനം കിട്ടില്ല. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ പ്രശ്നം നമ്മൾ നോക്കുന്നത്, നമ്മൾ പാൽവില ഇവിടെ കൂട്ടിയാൽ എത്ര കൂട്ടുന്നോ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു 40% നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില അവർ കൂട്ടും. കർണാടകയിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും ഈ വാർത്തകൾ പാൽവില കൂട്ടുമെന്ന് വന്നപ്പോൾ തന്നെ അവർ 1 രൂപ 2 രൂപ വെച്ച് കൂട്ടിക്കൊണ്ട് നമ്മളുടെ വില കൂട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അല്പം കൂട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ സത്യത്തിൽ പാൽവില കൂട്ടണമെന്ന് മുറവിളി കൂട്ടുന്ന നമ്മൾ മിൽമയുടെ കേസല്ല പറയുന്നത്. മിൽമയുടെ നഷ്ടം അല്ലെങ്കിൽ ലാഭത്തിൽ കുറവ് വരുന്നത് പരിഹരിക്കാനായിട്ട് പാൽവില കൂട്ടുന്നത് അനിവാര്യമാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഈ കർഷകരുടെ പ്രതിനിധികൾ എന്ന് പറയുന്നവർ നാടുനീളെ വന്ന് പാൽവില മിൽമ കൂട്ടണം പറയുന്നതിന് എന്ത് ഔചിത്യമാണുള്ളത്? ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. മാത്രമല്ല 13 ലക്ഷം ലിറ്ററാണ് നമ്മളിപ്പോൾ ഏകദേശം മിൽമ ഒരു ദിവസം പാല് സംഭരിക്കുന്നത്. നമ്മൾ ചില ഔദ്യോഗിക കണക്കുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും പ്ലാനിംഗ് ബോർഡും പറയുന്നത് 70 ലക്ഷം ലിറ്റർ പാൽ ഇവിടെ കേരളത്തിൽ സംഭരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 13 ലക്ഷം ലിറ്റർ പാലിൻ്റെ വില കൂട്ടാതെ 57 ലക്ഷം ലിറ്റർ പാല് വിൽക്കുന്നവർ പുറത്തുണ്ടല്ലോ. അവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ 60 രൂപയോ 1 ലിറ്ററിന് 70 രൂപയോ വിൽക്കുന്നതിന് ഒരു തടസ്സവും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 13 ലക്ഷത്തിൻ്റെ മാത്രമല്ലേ മിൽമയുടെ പാൽ വില കൂട്ടിയാൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വെക്കുന്നതിന് എന്താ തടസ്സം? പിന്നെ എന്തിനാണ് നിങ്ങൾ മുറവിളി കൂട്ടുക എന്നുള്ളൊരു ചോദ്യം നമ്മളെ മുമ്പിലുണ്ട്. രണ്ടാമതൊരു പ്രശ്നം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പാൽവില കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്തു നോക്കിയാൽ മാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോൾ റിപ്പോർട്ട് നമ്മൾ ചെയ്തതുപോലെ 13%, കൃത്യമായിട്ട് 12.89% പാലിൻ്റെ സംഭരണ വർധനവ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ 3 യൂണിയനിലും സംഭരണ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംഭരണ വർധനമുണ്ടാകുമ്പോൾ ഇത്തരം സംഘടനകൾ മുറവിളിക്കൂട്ടുകൊണ്ട് കർഷകർ ഈ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ എണ്ണം കുറയുന്നു. ഇതൊക്കെ വസ്തുതയായിരിക്കാം. പക്ഷേ മിൽമയെ സംബന്ധിച്ച് മിൽമ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർഷകരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയതുകൊണ്ട് മിൽമയുടെ കർഷകർ കൊഴിഞ്ഞു പോക്കോ പാലിൻ്റെ സംഭരണത്തിൽ 1 ലിറ്ററിൻ്റെ കുറവിട്ടുണ്ടായില്ലെന്ന് മാത്രമല്ല 13%, കൃത്യമായി 12.89% വർധനവും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാൽവില കൂട്ടണ്ട എന്നുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ജസ്റ്റിഫൈ ചെയ്യാനായി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യല്ല. പക്ഷേ വസ്തുത ഇതായിരിക്കുന്ന സമയത്ത് 3 കൊല്ലത്തിലധികമായി പാൽവില കൂട്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങളുടെയും വിലയൊക്കെ നമുക്ക് കുറേയധികം ഇന്നത്തെ കാലികമായ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് വരും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി വളരെ വൈകാതെ ഉചിതമായ തീരുമാനം ഉണ്ടാക്കണം. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട്, ഇതിപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളം യൂണിയൻ്റെ എൻ്റെ സഹപ്രവർത്തകരിവിടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരൊരു റിക്വസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്കും അറിയാവുന്നതാണ്. കാരണം ഒരുപക്ഷെ അവർക്ക് മേലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരിവിടെ ഈ സമരവും മറ്റു കാര്യങ്ങൾ വരുന്നത്. അവരോടും നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഏത് സർക്കാരായാലും സർക്കാരിൻ്റെ അഭിപ്രായം കൂടെ അറിയാതെ മിൽമയ്ക്ക് പാൽവില വർധനവിനുള്ള അധികാരമുണ്ട്, ഗവൺമെൻറ് ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മളൊരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് മിൽമയുടെ പാൽവില വർധനവ് പറയുന്നതെങ്കിൽ സർക്കാർ 3-3.5 കോടി വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ടാകുമ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. അപ്പോൾ സർക്കാരിൻ്റെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർക്കാർ പുതിയ സർക്കാർ തുടർച്ചയായാലും അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയാണെങ്കിൽ പുതിയ സർക്കാർ വേണം, അതുവരെ കാത്തിരിക്കേണ്ടി വരുമോ? അല്ല, ഇപ്പം നമ്മൾ 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും അതിന് മുമ്പ് തന്നെ നമ്മൾ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് പാൽവില കൂട്ടാൻ കഴിയുമോ എന്ന് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചോദിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കത്ത് കൊടുത്ത് അതിൻ്റെ കാര്യം അറിയും. ഇനി ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് നമുക്ക് പാൽവില കൂട്ടാനെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യം അവരോട് പറയുന്നതും ഞാൻ അടിവരയിട്ട് പറയുന്നതും സർക്കാരുമായി ആശയവിനിമയം നടത്തി നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു നോഡില്ലാതെ സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ട് നടത്തിക്കൊണ്ട് മിൽമയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. അതൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ ആവശ്യങ്ങൾ കർഷകരെ സഹായിക്കാനല്ലേ ഈ പറഞ്ഞ എറണാകുളം യൂണിയൻ്റെ ഭാരവാഹികൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ, കർഷകരെ സഹായിക്കാനാണ്. പക്ഷേ കർഷകരെ സഹായിക്കുന്നതിന് ഇതിനൊരു പരിഹാരം അവരോടിപ്പോൾ രാവിലെ പറഞ്ഞത് തന്നെയാണ് ഞാനും പൊതുവെ പറയുന്നത്. പാൽവില വർധനവ് എന്നുള്ളത് താൽക്കാലികമായി ഭരണസമിതിക്ക് ഉചിതമായി അങ്ങനെ വളരെ നല്ല രീതിയിൽ കർഷകരെ സമാധാനിപ്പിക്കാൻ എടുക്കാനുള്ളൊരു തീരുമാനമാണ്. പക്ഷേ കർഷകരനുഭവിക്കുന്ന സ്ഥായിയായ പ്രശ്ന പരിഹാരത്തിന് അത് കഴിയില്ല. കാരണം ഉൽപാദന ചെലവ് ഉണ്ടാകുന്ന വർധനവാണ് കർഷകർ പാൽവില വർധനവിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. സ്ഥായിയായി കർഷകരെ നിലനിർത്തണമെങ്കിൽ
വേണമെങ്കിൽ നമുക്ക് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരും മിൽമയും വിവിധ വകുപ്പുകളും കൂടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനുള്ള സ്ഥായിയായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാലേ കർഷകർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പാൽവില വർധനവ് കൊണ്ട് മാത്രം കർഷകർക്ക് ഒരു ആശ്വാസവും കാര്യമായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. അതാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം. പാൽവില കൂട്ടും, ഉടനെ കാലിത്തീറ്റ വില കൂട്ടും, ഒരു കൈ കൊണ്ട് കൊടുത്ത് മറുകൈ കൊണ്ട് തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് കർഷകന് പ്രയോജനം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വേണ്ടത് ഉൽപ്പാദന ചെലവ് കുറക്കാൻ എന്താ ചെയ്യാൻ പറ്റും. അവർക്ക് കാലിത്തീറ്റ അല്ലെങ്കിൽ കാലികൾക്ക് കൊടുക്കുന്ന തീറ്റ വസ്തുക്കൾക്ക് സബ്സിഡി റേറ്റിൽ എത്ര കൊടുക്കാൻ പറ്റും അത് നോക്കണം. അവർക്കുള്ള അതുപോലെ തന്നെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, വൈദ്യസഹായങ്ങൾ തുടങ്ങി കർഷകൻ അനുഭവിക്കുന്ന ചെലവ് ചുരുക്കുന്നതിന് പരമാവധി അവരെ സഹായിച്ചാൽ ഒരു പ്രശ്നവുമില്ല, കർഷകർ വളരെ തൃപ്തമാണ്. അതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ 13% സംഭരണ വർധനം ഉണ്ടായി എന്ന് പറഞ്ഞത് വെറുതെയല്ല. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ 255 കോടി രൂപ നമ്മൾ മിൽമയുടെ ലാഭത്തിൻ്റെ മൃഗീയ ഭാഗവും 92% കർഷകൻ ആനുകൂല്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഈ ഉൽപ്പാദന വർധനം ഉണ്ടായതെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പോൾ കർഷകന് സഹായകരമായിട്ടുള്ള ആശ്വാസ പദ്ധതികൾ ഉണ്ടാക്കിയാൽ ഇവിടെ പാൽവില കൂട്ടും, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മറ്റൊരു വാദം ചില സംഘടനകളൊക്കെ പല ഭാഗത്തും പറയുന്നത് മിൽമ കർഷകരെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്, ചീറ്റ് അമിതമായ ലാഭം എടുക്കുകയാണ്. ഇനി അങ്ങനെ സംഭവമില്ല, കണക്കുകൾ വെച്ച് നമ്മൾ വിശദീകരിക്കാം. ഇനി വാദത്തിന് കർഷകരുടെ പ്രസ്ഥാനമായ മിൽമ ലാഭമെടുത്താലും ആ കിട്ടിയ മൊത്തം ലാഭത്തിൻ്റെ 92% 255 കോടിയും കർഷകരെ സഹായിക്കാനാണ് ചെലവഴിച്ചത്. മിൽമയ്ക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കിയ ഏതെങ്കിലും കുത്തക മുതലാളിമാരോ വ്യക്തികളോ ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. മിൽമയുടെ ചെയർമാനോ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോ MDക്കോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പോക്കറ്റിലല്ല പോകുന്നത്. കിട്ടുന്ന ലാഭത്തിൻ്റെ 92% കർഷകർക്ക് തന്നെ കൊടുത്ത പ്രസ്ഥാനമാണിത് കഴിഞ്ഞ വർഷം. അത് മലബാറിലാണെങ്കിൽ 99.2% കൊടുത്തത്. 102 കോടി രൂപയാണ് മലബാറിൽ മാത്രം കൊടുത്തത്. 255 കോടിയാണ് ഇവിടെ സംസ്ഥാനത്ത് മുഴുവൻ നമ്മളിത് കൊടുത്തത്. അപ്പോൾ ഈ മിൽമ ഇങ്ങനെ കർഷകരെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് രാഷ്ട്രീയ ചിന്തയോടുകൂടി ആർക്കെങ്കിലും അവകാശവാദങ്ങളും അതുപോലെയൊക്കെ പറയുകയാണെങ്കിൽ പൊക്കോട്ടെ. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മിൽമ എന്നുള്ള പ്രസ്ഥാനത്തെ തകർത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെങ്കിൽ അതിന് വകവെച്ച് കൊടുക്കാനോ അതിന് അംഗീകരിച്ചു കൊടുക്കാൻ മിൽമയ്ക്ക് കഴിയില്ല. ഉണ്ട്. വേനൽ സ്വാഭാവികമായിട്ടും വേനൽ വരുന്ന സമയത്ത് നമ്മൾ ഉൽപ്പാദനത്തിലൊക്കെ കുറച്ച് കുറവുണ്ട്. അതിനിപ്പോൾ ഒരു കാര്യം പറയാം. മിനിഞ്ഞാന്ന് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് ജില്ലയിലൊരു കണക്കെടുത്തു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാല് സംഭരിക്കുന്ന ഒരു ജില്ല പാലക്കാട്ടാണ്. കണക്കെടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ 2026 മാർച്ചും ഏപ്രിലും തമ്മിൽ 620 ലിറ്ററിൻ്റെ കുറവാണ് വേനൽ കാരണം ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ 15 വരെയുള്ള കണക്ക് പ്രകാരം 2026 മാർച്ചിലെയും ഏപ്രിലെയും 620 ലിറ്ററിൻ്റെ കുറവേ മൊത്തം ഉണ്ടായിട്ടുള്ളൂ. അത് 2025 മാർച്ച് ഏപ്രിലിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതൽ വർധനം ഉണ്ടായിട്ടുണ്ട്. താനും 10% മറ്റോ വർധനം, കൃത്യമായിട്ട് പേഴ്സൻറ്റേജ് ഓർക്കുന്നില്ല, അത്രയും വർധനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു ഇമ്പാക്റ്റ് ഈ ചൂടിൻ്റെ ഭാഗമായിട്ട് മലബാറിൽ എനിക്ക് കണ്ടില്ല, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല. പാലക്കാടാണല്ലോ ഏറ്റവും ചൂടുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് ഞാൻ എടുത്തത്. പാലക്കാട് ജില്ലയിലെ കണക്കെടുത്തപ്പോഴും അത് കുറവ് വന്നില്ല. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ ആരോ വിളിച്ചിട്ടാണ് ആ ഡാറ്റ വേണം പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറവ് വന്നിട്ടില്ല. പക്ഷേ ഒരു വസ്തുതയാണ്, വേനൽക്കാലം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉൽപ്പാദനത്തിൽ ചെറിയൊരു കുറവ് ഉണ്ടാവും. പക്ഷേ അതിന് നമ്മൾ കർഷകരെ ബോധവൽക്കരിക്കാനായിട്ട് നമ്മൾ പല ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് കാലികളെ പരിരക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ട കാര്യങ്ങളുണ്ടാകും. ചെറിയൊരു കുറവ് വരും. പക്ഷേ മിൽമയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഡീക്കേഡിന് ഒരു 10 കൊല്ലത്തിന് ഇപ്പുറത്ത് ഇത്രയധികം പാലിൻ്റെ സംഭരണ വർധനമുണ്ടായ വർഷമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം. 21 ഡയറക്ടർ ബോർഡിൽ തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ സർക്കാരിനെ കാത്തിരിക്കാനാണ്. ഞാനത് വ്യക്തമാക്കിയതാണ്. അവരോടും പറഞ്ഞത്, താങ്കളോടും ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പറഞ്ഞാണ്. സർക്കാരുമായി ഒരു സംസാരിച്ച് ധാരണയില്ലാതെ മിൽമ പാൽവിലയുമായിട്ട് മുന്നോട്ട് പോവില്ല. അങ്ങനെ കഴിയില്ല. സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലിന് നമ്മൾ തയ്യാറാവില്ല. അത് ഏത് സർക്കാരെന്നല്ല, ആരുമായിട്ടും ഏറ്റുമുട്ടലിന് തയ്യാറാവില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പാൽവില കൂട്ടുന്നതിനാണ് നമുക്ക് ഒരു തടസ്സമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. പാൽവില കൂട്ടുന്നതിന് ബുദ്ധിമുട്ട് സർക്കാരും പറയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവരുടെയും കൂടെ ഒരു അനുവാദമല്ല, അവരുടെയും കൂടെ അഭിപ്രായം നമ്മൾ അറിയാനായിട്ട് ചെയ്യിക്കുന്നുണ്ട്. ഞാനത് അടിവരയിട്ട് പറയുന്നത്, സർക്കാരിൻ്റെ അനുവാദം എന്തിനു മേടിക്കണമെന്ന് ചില കോർട്ടേഴ്സിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. സർക്കാരിൻ്റെ അനുവാദം വേണ്ട, ഹൈക്കോടതി വ്യക്തമാക്കിയതുകൊണ്ട്. പക്ഷേ നമ്മളൊരു സുഗമമായ പ്രവർത്തനത്തിന് സർക്കാരിൻ്റെ അഭിപ്രായം കൂടെ അറിഞ്ഞുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കും.
നമ്മൾ തീരുമാനമെടുത്താൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ഞങ്ങളെല്ലാം റെഡിയാണ്, ചാർട്ട് വരെ പ്രിപ്പയർ ചെയ്തിരിക്കുക. പക്ഷേ അതിനിടയിൽ നമ്മളിപ്പോൾ അരുൺ അവിടെ നേരത്തെ പലപ്പോഴും ചോദിക്കുന്ന പോലെ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഉടനെ എന്നോട് പാൽവില വർദ്ധിപ്പിക്കുന്നത് കർഷകരെ സഹായിക്കണമെന്നുള്ള മട്ടിൽ ചോദിക്കും. അവസാനം കൺസ്യൂമേഴ്സിൻ്റെ തലയിൽ വലിയൊരു ഭാരം വരാൻ പോകുമെന്ന് നിങ്ങൾ മാധ്യമ വാർത്തകൾ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനിതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. പക്ഷേ പറയുന്നതിൻ്റെ അപ്പുറത്തൊരു വാർത്ത പറയുന്നത് തെറ്റായിട്ട് അപ്പുറത്തൊരു വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. നിങ്ങളോട് എല്ലാവരോടും അതേ പറയുന്നുള്ളൂ. എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് അത് വാർത്ത കൊടുക്കുക. സെൻസേഷണൽ വാർത്തയ്ക്ക് വേണ്ടി കർഷകരുടെ പ്രസ്ഥാനമായ മിൽമയെ നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.